ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് എനിക്കൊരു പെറ്റിനെ വേണം ഗൈസ്. എന്തോ ഒരു സൗണ്ട്. What? Bro, what are you talking about, man? വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഞാൻ ഇപ്പോൾ വരാം. വേറൊന്നിനുമല്ല, എനിക്കൊരു എമൗണ്ട് കിട്ടിയായിരുന്നു. അതണ്ടേ, ഇതുണ്ടോ? ഇതാണ് എമൗണ്ട്. നല്ലല്ലേ ഗൈസ്? ഇത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അപ്പോൾ ഇന്ന് എനിക്കൊരു പെറ്റിനെ വേണം. പൂച്ച ആയിക്കോട്ടെ, പട്ടി ആയിക്കോട്ടെ, എന്താണെങ്കിലും കുഴപ്പമില്ല, ഒരു പെറ്റിനെ വേണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിന് ലെങ്ത് കുറവായിരിക്കുമോ കൂടുതലായിരിക്കുമോ എന്നറിയത്തില്ല. ഇന്നലെ ഒരു വില്ലേജർ ബ്രീഡ് ഉണ്ടാക്കിയിരുന്നു. കണ്ടില്ലെങ്കിൽ വീഡിയോ മസ്റ്റായിട്ട് പോയി കണ്ടോ. നമ്മുടെ ഏറ്റവും നല്ല വീഡിയോയിലൊന്നാണത്. എന്താന്ന് പറഞ്ഞാൽ ആ വീഡിയോയിലാണ് ഞാൻ ആദ്യമായിട്ട് ടൈം ലാപ്സ് ഇട്ടേക്കുന്നത്. ഈ സോംബി നമ്മുടെ വില്ലേജറിനെ നോക്കി വരുന്നതാണ്. ഞാൻ നേരത്തെ ഇച്ചിരി പുറത്ത് ഇപ്പോൾ കുറേ കുട്ടികൾ വന്നു. 4 കുട്ടികളായിട്ടുണ്ട്. 20 കുട്ടികളായാലേ നമുക്ക് അയൺ ഫാം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഈ പാത്തൊന്ന് ശരിയാക്കിയായിരുന്നു. അപ്പോൾ എന്തായാലും വില്ലേജിൽ ഉറപ്പായിട്ടും ഒരു പൂച്ച കാണും. നമുക്ക് പൂച്ചേനെ പിടിച്ച് പെറ്റാക്കാം. മീൻ കാണുന്നില്ല. അല്ലാത്തപ്പോൾ എപ്പോഴും അതാണ്ട് അവിടെ ഇച്ചിരി മീനുണ്ട്. നമുക്ക് ഇച്ചിരി മീനെ പിടിക്കാൻ കഴിയും. മീനെ എങ്ങോട്ടാണ് ഓടിപ്പോന്നേ? എങ്ങോട്ട് ഓടിപ്പോയാലും മീനെ നല്ലത്. ഓക്കെ, ഫസ്റ്റ് റെറ്റ് ഒന്ന് കഴിക്കട്ടെ. ഓക്കെ, അടുത്ത അയ്യോ ഡ്രൗൺ കഴിച്ചു. ഡ്രോണിനെ കണ്ടിട്ടില്ല. അങ്ങോട്ടാവില്ല മീൻ. ഇവിടെ ഏതെങ്കിലും മീൻസ് പോകണം. അതണ്ടേ, ഇവിടെ കുറേ മീനുണ്ട് ഗൈസ്. ബോണും കിട്ടുന്നുണ്ട്. അപ്പോൾ ബോണില്ല. ഗൈസ്, നിങ്ങൾ കമൻറ്റ് ചെയ്ത് നമ്മുടെ എ2കെ ഗെയിമിങ് കുറേ അവൻ്റെ സെക്കൻഡ് ചാനൽ ഉണ്ടാക്കിയിട്ട് ലിറിക്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു സോങ്ങിൻ്റെ. നമ്മളതുപോലെ സെക്കൻഡ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് എന്തായാലും ക്രിയേറ്റ് ചെയ്യുന്നില്ല ഞാൻ. ഈ ചാനലാണ് നമ്മുടെ മെയിൻ ചാനൽ. അപ്പോൾ ലിറിക്സ് ഇടണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കെ. ഓരോ സോങ്ങിൻ്റെ ലിറിക്സ് ഇടണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തേക്ക് ഗൈസ്. പൂച്ച ഉണ്ടായിരിക്കുമോ? പൂച്ച ഉണ്ടോ നോക്കാം. എന്തായാലും വില്ലേജിൽ കുറേ പൂച്ചകൾ കാണും. പൂച്ച സാറിനെ കാണുന്നില്ല ഗൈസ്. കുറേ കുതിരയൊക്കെ ഉണ്ട്, പക്ഷെ എൻ്റെ ഈ സാഡിലില്ല. പൂച്ചേനെ കാണുന്നില്ല ഗൈസ്. വേറെ പൂച്ച അതാണ്ടേ, അവിടെ ഒരു പൂച്ച ഇരിപ്പുണ്ട്. പൂച്ച ഓടല്. ബാബാ, അടിപൊളി മീനുണ്ട്. വന്നു പ്ലീസ്. എനിക്കെന്താ ഇവന് മീൻ കൊടുക്കാൻ പറ്റത്തേ? പൂച്ചേനെ ടൈം ചെയ്യുന്ന വെച്ചിട്ട് പാട് തന്നെയാണ്. കയറി വാടാ, വാ.
പൂച്ചേ പ്ലീസ് ടീമാവ്. വേറെല്ലാം പൂച്ച വേറൊരു പൂച്ചേനെ ഇവിടെ കാണുന്നില്ല. വേറെ പൂച്ച ഉണ്ടോ നോക്കാം. അതാണ്ട് അവിടെ ഒരു പൂച്ച ഇരിക്കും. ഇതൊരു നല്ല പൂച്ചയാണ് ഗൈസ്. പൂച്ച സാറേ വരൂ വരൂ. അടിപൊളി സാൽമൺ ഫിഷ് ഉണ്ട്. സാൽമൺ തന്നെയാണോ? ആ സാൽമൺ ആണ് ഗൈസ്. പൂച്ച സാറേ അടിപൊളി സാൽമൺ ഉണ്ട്, വന്ന് കഴിക്ക്. അനങ്ങാതിരുന്ന അവൻ വരുന്നുണ്ട് ഗൈസ്. വാടാ മൊത്തം തിന്നു. നമുക്ക് മീൻ പിടിക്കണം ഗൈസ്. അവൻ മൊത്തം കൊണ്ടുപോയി. എന്ത് ചെയ്യും? ഇവിടെ നിന്ന് മീൻ പിടിക്കാം. ഇവിടെ മീനില്ല, ഡ്രൗൺ ഇല്ല. അച്ഛനെ ഇങ്ങോട്ട് വന്നടാ. ഡ്രൗൺ ഇങ്ങോട്ട് വരുന്നില്ല. ഡ്രൗൺ അവിടെയാണ്. മീനൊന്നും ഇങ്ങോട്ട് വരുന്നില്ല. ആ പൂച്ചയാണെങ്കിൽ എല്ലാം കൊണ്ടുപോയി. നമ്മുടെ ഈ ആകെയുള്ള 3 മീനായിരുന്നു. ഓഫ് വേറൊരു മീൻ കൂടെ വേണം ഗൈസ്. മീൻ പിടിക്കാൻ ഇച്ചിരി പാടാണ്. എടാ ഒന്ന് കഷ്ടപ്പെട്ട് നിന്നെങ്കിലും പിടിച്ചോട്ടടാ. ഓക്കെ അമ്മേ ഡ്രൗൺ എൻ്റെ മീൻ എന്ത്? എനിക്ക് മീൻ കിട്ടിയില്ലല്ലോ. താണ്ടവൻ നോട്ട്ലെസ് ഷെല്ല്. ഷെല്ല് കിട്ടുന്നേ. വാളൊന്നു നല്ല ഡാമേജ് വന്നുണ്ട്. ഓക്കെ രണ്ടാമത്തെ ടീം കിട്ടി. ഷെല്ലുണ്ട്. എൻ്റെ സോഡും ഇല്ല. എന്ത് ചെയ്യും? മീമി വല്ലതും ഉണ്ടോ? മീമി ഒന്ന് വരുമോ? മീമി ഇവിടെ മീമി ഇല്ല പ്ലീസ്. ആകെ 2 മീനേ ഉള്ളൂ. പ്ലീസ് ടീം ആവണേ. ഇതിലെങ്കിലും ടീം ആവണേ. പൂച്ചക്കിടാൻ ഞാൻ നല്ലൊരു പേര് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് പൂച്ചനെ കിട്ടുവാണെങ്കിൽ കൊള്ളാം, കിട്ടിയില്ലെങ്കിൽ എല്ലാം പോയി. ലാസ്റ്റ് PP ആവാതിരുന്നാൽ മതി. PP ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായത്? പോയി ഒരു ഇത് മറ്റേ പൂച്ച അടിപൊളി പൂച്ച. 1 2 നമുക്ക് പൂച്ചനെ കിട്ടി. ഞാൻ ഇപ്പോൾ നല്ല സന്തോഷവാനാണ്. പൂച്ചേൻ്റെ പേര് ചെവി 3 പ്രാവശ്യം വിളിക്കണം. പൂച്ചേ ഇങ്ങോട്ട് വന്നാടാ.
അവിടെ ഇരി. ഷാർപ്പി ഷാർപ്പി ഷാർപ്പി. ഓക്കെ ഗൈസ്, നമുക്ക് പേരിടൽ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുട്ടാ വാടാ, പുറകെ ഓടി വരുമല്ലോ അല്ലേ? ആ വരുന്നുണ്ട്. ഉച്ചയ്ക്ക് നീന്താ അറിയാവോ എന്തോ? ടെലിപ്പോർട്ടാവോ? ഇവൻ്റെ കളറ് മാറ്റാം ഗൈസ്, ബെൽറ്റിൻ്റെ കളറ് മാറ്റാം. ഒന്ന് ലാസ്റ്റ് മീനിനെ പിടിച്ച് ഞാനൊരു വഴിയായി. അടേ മറ. നമുക്ക് താണ്ടെ ഒരു ഗൈസ് സോറി ഒരിതുണ്ടാക്കി. എടാ കുട്ടാ ഡൈ വന്നേ. നമ്മളെ മഞ്ഞ ഷാർപ്പി ഇവിടെ സെറ്റാണ്. ഷാർപ്പി വാ. ഷാർപ്പി അപകടത്തിൽ വല്ലതും പെട്ട് ചാവാതിരുന്നാൽ മതി. ഷാർപ്പി ടെലിപ്പോർട്ടാവും, അപ്പോൾ കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് ടെലിപ്പോർട്ടാക്കാം പറ്റും. അപ്പോൾ എൻ്റെ വീട് എവിടെയായിരുന്നു? 3 മീൻ തിന്ന് ടൈമാവാതിരിക്കുന്ന മുതലേ കണ്ടോ ഗൈസ്? ഇനി ഇവിടെ സ്റ്റേ ചെയ്യേണ്ട വരുമോ? ഞാൻ അങ്ങോട്ടാണ് ഗൈസ് എൻ്റെ വീട്. ഇങ്ങോട്ടല്ലേ? ഷാർപ്പി വാ. ഇങ്ങോട്ടല്ല ഗൈസ്, സൺസെറ്റ് ആയി അല്ല സൺറൈസ് ആയി ഗൈസ്. അങ്ങോട്ടാ വീട്. അപ്പോൾ ഇന്ന് ഒരു ദിവസത്തേക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ. ഷാർപ്പി കയറ്, എൻ്റെ പുതിയ വീട്ടിലോട്ട് കയറ്. ഇത് ഫസ്റ്റത്തെ വീട്, രണ്ടാമത്തെ വീട് അവിടെയാ. നീ അവിടെ ഇരി. വില്ലേജർ വന്നില്ല. ബാബാ ഷാർപ്പി ഗൈസ്. ഷാർപ്പി ഇടേ ചത്തോ അല്ല. ബാ ഷാർപ്പി, നമുക്ക് നമ്മുടെ ഒറിജിനൽ വീട്ടിലോട്ട് പോവാം. ഈ പൊട്ടന്മാരുടെ വീട്ടിൽ നമുക്ക് കിടക്കണ്ട. ഷാർപ്പി ടെലിപ്പോർട്ടായി. ബാ, നമ്മുടെ വീട് ഇവിടെ തന്നെ അല്ലേ? അതെ വീട് കാണാം. ഷാർപ്പി പതുക്കെ വന്നാൽ മതി. വെള്ളത്തിലോട്ട് ടെലിപ്പോർട്ടാവില്ല പ്ലീസ്. ചാവല് ഗൈസ് പ്ലീസ്. ഗൈസ് നമ്മുടെ ഷാർപ്പി പൂച്ച ഇവിടെ എത്തി. ഷാർപ്പി പൂച്ചേ, നിൻ്റെ ബേസ് ഇതാണ്. വാ ബാബാ, നിൻ്റെ ഒറിജിനൽ ബേസ് ഇതാ. ഷാർപ്പി ഓടി വാ. വാ കയറ്, വീടിൻ്റെ അകത്തോട്ട് കയറ്. ഇതാണ് നീ കട്ടിലിന് കൊണ്ടായിരുന്നോ? കയറി ഷാർപ്പി, ഇങ്ങോട്ട് കയറ്. ഇങ്ങോട്ട് കയറേ. ഡേയ് ഷാർപ്പി, എൻ്റെ പൂച്ച എനിക്കടേ. പൂച്ചനെ കാണുന്നില്ല. ഡേയ് വാടേ. അവിടെ ചമ്മി. അവിടെ ഇരുന്നോണ ഷാർപ്പി. ബാ ഷാർപ്പി വാടേ, ഇങ്ങോട്ട് വാ. ബാ ബെഡിഞ്ഞോണ്ടേ കയറി. ഇവിടെ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. ബെഡിൻ്റെ മണ്ടേ വാ. ബെഡിൻ്റെ മണ്ടയിൽ ഇച്ചിരി കൂടെ കയറി സിറ്റ്. അവിടെ ഇരുന്നോ. നിൻ്റെ പേര് ഇനി മുതൽ ഷാർപ്പി എന്നാണ്. ഗൈസ്, നമുക്ക് അടിപൊളി പൂച്ചേനെ കിട്ടി. നമുക്ക് അടിപൊളി പൂച്ചേനെ കിട്ടിയിട്ടുണ്ട്. ഞാൻ നടന്നൊരു പരിവായി. ഞാൻ ചത്തേ. അയ്യോ, ഞാൻ ചത്തു. ഓക്കെ ഗൈസ്, എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും പറയണ്ട Secrets I have held in my heart.